ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ടഫായിട്ടുള്ള കുറച്ച് ജേർണൽ എൻട്രീസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്നാലോ അത് മനസ്സിലാക്കിയാലോ ഇത്രയും എളുപ്പമുള്ള ഒരു സംഗതിയില്ല. അപ്പോ +1 ആയാലും CBSE ആയാലും ICSE ആയാലും ചില ടഫ് ജേർണൽ എൻട്രീസ് അവർ നമ്മളോട് ചോദിക്കും. പെട്ടെന്ന് കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് ആൻസർ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ അത് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് ആ ജേർണൽ എൻട്രി നിങ്ങൾക്ക് എക്സാമിന് എഴുതി നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് ആ ജേർണൽ എൻട്രീസ് മനസ്സിലാക്കുക. നമുക്ക് ആ ജേർണൽ എൻട്രീസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഞാനിവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, അതിന്റെ തൊട്ട് താഴെ തന്നെ അതിന്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വൺ, ₹15,000 ഡ്യൂ ഫ്രം രമേശ് ആർ നോട്ട് റിക്കവറബിൾ. അതായത് രമേശിന്റെ കയ്യിൽ നിന്ന് നമുക്ക് 15,000 രൂപ കിട്ടാനുണ്ട്, നോട്ട് റിക്കവറബിൾ. അതായത് നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തിരിച്ചടക്കാൻ പറ്റാത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ വ്യക്തി ഇൻസോൾവെന്റ് ആയിട്ടുണ്ടാവും, പാപ്പരായി പോവുക. പാപ്പരായി പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ലയബിലിറ്റി അസറ്റിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് 1,00,000 രൂപ അയാൾക്ക് അസറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത് 3,00,000 ആയിരിക്കും. അപ്പൊ ഡിഫറൻസ് 2,00,000 അയാൾക്ക് പേ ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അയാള് ഇൻസോൾവെന്റ് ആയെന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ആ ഒരു കണ്ടീഷൻ. ഇനി നമ്മളോട് കടം വാങ്ങിച്ചിരിക്കുന്ന ആള് മരിച്ചു പോയെന്ന് വിചാരിക്കാം, നമുക്ക് വേറൊരു കോണ്ടാക്ട് ഒന്നും ഇല്ല. അങ്ങനെ വന്നാലും നമ്മളെ സംബന്ധിച്ച് അത് ലോസ് ആണ്. നമുക്ക് പൈസ തിരിച്ചെടുക്കാൻ പറ്റില്ല, റിക്കവറബിൾ, തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 2 ആസ്പെക്ട്സ് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു ജേർണൽ എൻട്രീസിൽ. ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? രമേശ് എന്ന് പറയുന്ന ഒരാളുണ്ട്. രമേശ് നമുക്ക് പൈസ തരാനുള്ള ആളാണ്, അപ്പൊ നമ്മുടെ ഡെറ്റർ ആണ്. അപ്പൊ ഡെറ്റർ എന്ന് പറയുമ്പോൾ അസറ്റ് ആണ് നമ്മളുടെ. അപ്പൊ ആ പൈസ ഇനി കിട്ടുന്നില്ല, അസറ്റ് ഡിക്രീസ് ചെയ്യാൻ, അതായത് ഇനി ആ പൈസ നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ തരാനുള്ള രമേശ് ഡെറ്റർ ആണ്. അപ്പൊ നമ്മൾ അസറ്റ് ഡിക്രീസ് ചെയ്യാൻ, അസറ്റ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി നോട്ട് റിക്കവറബിൾ, അതായത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്കത് ലോസ് ആണ്, ബാഡ് ഡെറ്റ്സ് എന്നാണ് നമ്മൾ ഇവിടെ അതിനെ പറയുന്നത്. തിരിച്ചു പിടിക്കാൻ പറ്റാത്ത കടത്തിന്റെ ബാഡ് ഡെറ്റ്സ്, ചീത്തക്കടം. അത് നമ്മളെ സംബന്ധിച്ച് ചീത്തക്കടം എന്ന് വെച്ചാൽ അത് ലോസ് ആണ്. ലോസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ബാഡ് ഡെറ്റ്സിനെ ഡെബിറ്റ് ചെയ്യുക, രമേശിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ എൻട്രി എന്ന് പറയുന്നത് ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു രമേശ് അക്കൗണ്ട്, ലോസ് ഡെബിറ്റ് ചെയ്തു, ഡെറ്റർ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഡെറ്റർ കുറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു, രമേശ് ഡെറ്റർ ആണ്. അപ്പൊ 15,000 എഴുതി, നറേഷൻ നമ്മൾ ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് എന്നും പറഞ്ഞ് കാണിച്ചു. ഇനി അടുത്തത് ബാഡ് ഡെറ്റ്സ് ഡ്യൂ ഫ്രം നോട്ട് റിക്കവറബിൾ, ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്. സെയിം എഫക്ട് തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് തേർഡ് വൺ നോക്കാം. മോഹൻ who owed 20,000 has become insolvent. മോഹൻ എന്ന് പറയുന്ന ആള് നമുക്ക് 20,000 രൂപ തരാനുണ്ട്, പക്ഷെ അയാളിപ്പോ ഇൻസോൾവെന്റ് ആയിപ്പോയി എന്നാ പറയുന്നത്, പാപ്പരായിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോ അവിടെ ബാഡ് ഡെറ്റ്സ് വന്നു, ലോസ് വന്നു. എങ്ങനെ? ഹി പേസ് 50 പൈസ ഇൻ എ റുപ്പി. അതായത് 1 രൂപ കൊടുക്കാനുള്ള ആൾക്ക് 50 പൈസ അയാൾക്ക് കൊടുക്കാൻ പറ്റും, അതായത് പകുതി കൊടുക്കാൻ പറ്റും. ഇൻ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ്. അതായത് ഫൈനൽ സെറ്റിൽമെന്റ് എന്ന് വെച്ചാൽ 1 രൂപ കൊടുക്കാനുള്ള ആൾക്ക് 50 പൈസ കൊടുക്കാൻ പറ്റും, ബാക്കി 50 പൈസ കൊടുക്കാൻ പറ്റില്ല, പാപ്പരായി പോയി, കാരണം ലയബിലിറ്റി കൂടുതലാണ്. അപ്പൊ അതില് സെറ്റിൽമെന്റ് ആകുകയും വേണം. ഇനി അയാളോട് ചോദിക്കാൻ പറ്റില്ല, ചോദിച്ചാൽ കിട്ടുകയുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? ശരിക്ക് അവിടെ 1 രൂപക്ക് 50 പൈസ, അതായത് പകുതി കൊടുക്കാൻ പറ്റും, പകുതി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ മോഹൻ നമുക്ക് തരാനുള്ള ക്യാഷ് എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രി? ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? ക്യാഷ് ഉണ്ട്, ക്യാഷ് കുറച്ച് പൈസ നമുക്ക് കിട്ടും. അപ്പൊ ക്യാഷ് അവിടെ അസറ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാം.
പിന്നെ ഇവിടെ നമുക്ക് ബാഡ് ഡെറ്റ്സ് ഉണ്ട്. ബാഡ് ഡെറ്റ്സ് ലോസ് ആണ്. ലോസ് ഇൻക്രീസ് ചെയ്താൽ ലോസിനെയും ഡെബിറ്റ് ചെയ്യാം. മോഹൻ നമ്മുടെ ഡെറ്റർ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഡെറ്റർ എന്ന് വെച്ചാൽ നമുക്ക് പൈസ തരാനുള്ള ആളാണ്. അത് അസറ്റ് ആണ്. അസറ്റ് ഡിക്രീസ് ചെയ്യാണ്. അസറ്റ് ഡിക്രീസ് ചെയ്താൽ മോഹൻ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. അപ്പൊ ഈ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റാർ എഴുതിയിട്ട് ഇവിടെ ഈ 20,000 ഇൻറ്റു 0.50 50 പൈസ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റാർ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റില് 20,000 ഇൻറ്റു 0.50 എന്നും പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10,000 കിട്ടും. അപ്പൊ 10,000 നമുക്ക് ക്യാഷ് കിട്ടി. അത്രയും തന്നെ ബാഡ് ഡെറ്റ്സ് ഉണ്ട്. അവിടെ വീണ്ടും എഴുതാം നമുക്ക് 20,000 ഇൻറ്റു 0.50. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10,000 അത് കിട്ടും. ടു മോഹൻ എന്നും പറഞ്ഞ് നമ്മള് ഡെറ്റർ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഫുൾ സെറ്റിൽമെന്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 20,000 നമ്മൾ കാണിച്ചത്. അതിന്റെ അർത്ഥം 20,000 രൂപ തരാനുള്ള ആൾക്ക് 1 രൂപക്ക് 50 പൈസ എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി 10,000 രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടി. ബാക്കി 10,000 രൂപ നമ്മൾ സഫർ ചെയ്യണം. അതായത് ബാഡ് ഡെറ്റ്സ് ലോസ് ആണ്. ഇൻസോൾവെന്റ് ആണ്. ഇൻസോൾവെന്റ് എന്ന് പറയുമ്പോൾ വെറുതെ ഇൻസോൾവെന്റ് ആവുന്നതല്ല, അത് കോർട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അയാൾ പാപ്പരായെന്ന് ഡിക്ലെയർ ചെയ്യുന്നത് കോർട്ടാണ്. അപ്പൊ കോർട്ട് പറയും അയാൾക്ക് 1 രൂപയ്ക്ക് ഇത്ര രൂപ കൊടുക്കാൻ പറ്റും എന്ന് പറയും. അതനുസരിച്ച് അയാളുടെ കടങ്ങള് അയാള് വീട്ടേണ്ടതുള്ളൂ. ഓക്കെ, അടുത്തത് റിസീവ്ഡ് ക്യാഷ് 5,000 ഫോർ എ ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് ലാസ്റ്റ് ഇയർ. അതായത് ഈ വർഷം നമുക്ക് 5,000 രൂപ കിട്ടി. ആ 5,000 രൂപ എങ്ങനെ കിട്ടി? കഴിഞ്ഞ വർഷം നമുക്ക് ഇല്ല എന്ന് വിചാരിച്ചിരുന്ന പൈസ ഈ വർഷം നമുക്ക് കിട്ടി. അപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് 5,000, ഒരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ വർഷം നമുക്ക് 5,000 രൂപ തരാനുള്ള ഒരാള് മരിച്ചുപോയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ പൈസ കിട്ടില്ല. അപ്പൊ ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റാർ ടു ആ പേഴ്സൺ ഡെറ്റർ എന്നും പറഞ്ഞ് നമ്മൾ എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അയാള് കൊടുക്കാനുള്ള ആളുകളുടെ എല്ലാം ലിസ്റ്റ് അയാൾ ഒരു ഡയറിയിൽ എഴുതി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടുകാര് അത് നോക്കിയപ്പോൾ ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുക്കാനുണ്ടെന്ന് കണ്ടു. അങ്ങനെ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പൈസ നമുക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ബാഡ് ഡെറ്റ്സ് ആയി കണ്ട പൈസ ഈ വർഷം നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടി. അതായത് ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്. കിട്ടൂല എന്ന് പറഞ്ഞ പൈസ തിരിച്ചു കിട്ടി. അപ്പൊ ക്യാഷ് ഇവിടെ അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്തു, അതിന് ഡെബിറ്റ് ചെയ്യാം. ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യാം. ഇനി ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ലോസ് ആണ്. പക്ഷെ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് എന്ന് പറയുമ്പോൾ ഗെയിൻ ആണ്. കിട്ടാത്ത പൈസ കിട്ടിയതാണ്, ലാഭം. അപ്പോ ഗെയിൻ ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ഗെയിൻ ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റാർ ടു ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് 5,000 കാണിച്ചു. കണ്ട, ക്യാഷ് അസറ്റ് ഇൻക്രീസ് ഡെബിറ്റ്, ബാഡ് ഡെറ്റ്സ് ഗെയിൻ ആണ്, ഇൻക്രീസ് ക്രെഡിറ്റ്, ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് എന്ന് പറഞ്ഞ എൻട്രി നമ്മൾ പാസും ചെയ്തു. അടുത്തത് നെക്സ്റ്റ് വൺ, ഗുഡ്സ് ടേക്കൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ്. ഒരു ബിസിനസ്മാൻ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഫേമിൽ നിന്ന് ഗുഡ്സ് എടുത്തുകൊണ്ട് പോയി. പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് ആണ്. അപ്പൊ ഡ്രോയിങ്സ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഗുഡ്സ് ടേക്കൺ എന്ന് വെച്ചാൽ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഗുഡ്സ്, പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആണ് നമ്മൾ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നത്. അപ്പൊ പർച്ചേസ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇവിടെ കുറയുന്നു. കുറഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ ഒരു പ്രൊവിഷൻ സ്റ്റോർ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തുമ്പോഴേക്ക് വീട്ടിലെ കുറച്ച് ഗസ്റ്റ് വന്നപ്പോഴേക്ക് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇന്ന് ബിരിയാണി വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തു. അങ്ങനെ എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ആ പർച്ചേസ് ചെയ്ത ഐറ്റംസ് വിറ്റാൽ നമുക്ക് ലാഭം കിട്ടുമായിരുന്നു. പക്ഷെ നമ്മളുടെ ആവശ്യത്തിന് ഓൺ യൂസിന് എടുത്തപ്പോഴേക്ക് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല. വാങ്ങിച്ച വിലയ്ക്ക് തന്നെയാണ് നമ്മൾ അത് കണക്കിൽ കാണിക്കേണ്ടത്. അപ്പോ ഇവിടെ പർച്ചേസ് ഡിക്രീസ് ചെയ്തു. അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റാർ ടു പർച്ചേസ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റാർ ടു പർച്ചേസ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഡിക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. നെക്സ്റ്റ്, ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റി. നമുക്ക് ഒരു അനാഥാലയത്തിലേക്ക് നമ്മൾ ഒരു 5,000 റുപ്പീസിന്റെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്, ലോസ് അല്ല. മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ചാരിറ്റി ഈസ് ആൻ എക്സ്പെൻസ്. എക്സ്പെൻസ് ഇൻക്രീസ്, ദെൻ ഡെബിറ്റ്. ഗുഡ്സ് കൊടുക്കുന്നു,
അപ്പോ ഗുഡ്സ് ഗിവൺ 5000 രൂപയുടെ ഗുഡ്സ് ആണ് കൊടുത്തത്, ക്യാഷ് അല്ല, ഗുഡ്സ് ആണ് കൊടുത്തത്. അപ്പൊ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ വിൽക്കാൻ വേണ്ടി ഇരിക്കുന്ന ഗുഡ്സ് ആണ് അവർക്ക് എടുത്തു കൊടുത്തത്. അപ്പൊ പർച്ചേസ് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് നമ്മുടെ കുറയുന്നു, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ എൻട്രി എന്ന് പറയുന്നത് ചാരിറ്റി അക്കൗണ്ട് അറ്റാർ ടു പർച്ചേസ് അക്കൗണ്ട് എന്നാണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. 5000. ഇനി നോക്കേ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആസ് സാമ്പിൾ. അതായത് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് ഗുഡ്സ് സാമ്പിൾ ആയിട്ട് കൊടുത്തു. നമ്മളെ വീട്ടിലൊക്കെ വനിത വായിക്കുന്ന ആളുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആഴ്ചപ്പതിപ്പ് വരുത്തുന്ന ആളുകളുണ്ടെങ്കിലോ പുതിയ ഏതെങ്കിലും ഐറ്റംസ് ലേഡീസുമായി ബന്ധപ്പെട്ട പുതിയ വല്ല ഷാമ്പോ അല്ലെങ്കിൽ വല്ല പൗഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും സോപ്പോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ചെറിയ പാക്കറ്റ് അതിന്റെ ഒപ്പം വെക്കും. അതൊരു സാമ്പിൾ പാക്കറ്റ് ആയിട്ട് വെക്കും. അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നല്ലതാണെന്ന് മനസ്സിലായാൽ നമ്മളത് വാങ്ങിക്കും. ആക്ച്വലി ഇവര് ചെയ്യുന്നത് നമ്മളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ല, അവിടെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്, ഒരു ബിസിനസ് സീക്രട്ട് ആണ്, അല്ലെങ്കിൽ ട്രിക്കാണ് അവരവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ വെറുതെ കിട്ടിയില്ല എന്ന് പറയും, പക്ഷെ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഗുണമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ പോയി കടകളിൽ പോയി അന്വേഷിച്ച് വാങ്ങിക്കും. അങ്ങനെ 2000ന്റെ. അപ്പൊ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഈസ് ആൻ എക്സ്പെൻസ്. നമ്മൾ പൈസ അഡ്വർടൈസ്മെന്റിന് ചിലവാക്കുന്ന പൈസ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഗുഡ്സ് ആണ് പോയിരിക്കുന്നത്. അപ്പൊ ഗുഡ്സ് പോയാൽ നമ്മൾ പർച്ചേസ് എക്സ്പെൻസ് ഡിക്രീസ് ചെയ്തു, അപ്പൊ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് അറ്റാർ ടു സോറി അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് അറ്റാർ ടു പർച്ചേസ് അക്കൗണ്ട് എന്നാണ് വരുന്നത്. 2000 ഗുഡ്സ് ഗിവൺ ആസ് സാമ്പിൾ. അടുത്തത് ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ തെഫ്റ്റ് ഓർ ഫയർ ഓർ ഡാമേജ്. അതായത് സ്റ്റോക്ക് ചില സമയത്ത് കളവ് പോകാം, അല്ലെങ്കിൽ തീയിൽപ്പെട്ടു പോകാം, ഫയറിൽ പെടാം, അല്ലെങ്കിൽ ഡാമേജ് വരാം. ഇപ്പൊ നമുക്ക് കോഴിമുട്ടയൊക്കെ ആണെങ്കിൽ ഇറക്കി നോക്കുമ്പോൾ എന്ത് പറ്റും, താഴത്തോട്ട് പൊട്ടാം, അല്ലെങ്കിൽ നമ്മൾ ബോട്ടിൽഡ് ഐറ്റംസ് ആണെങ്കിൽ താഴത്ത് വീണ് പൊട്ടാം. അപ്പൊ അങ്ങനെയൊക്കെ ഡാമേജ് നമുക്ക് വരും. അപ്പൊ നമുക്ക് നോക്കാം, ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ തെഫ്റ്റ് എന്ന് വെച്ചാൽ അത് നമുക്ക് ലോസ് ആണ്. ലോസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ഫയർ വന്നാലും ലോസ് വരും, അത് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്. ഡാമേജ് വന്നാലും ലോസ് ആണ്, അപ്പൊ അത് ഡെബിറ്റ് ചെയ്യാം. അപ്പൊ ഇത് 3 ഐറ്റം ഉണ്ടല്ലേ, ഏത് വന്നാലും നമുക്ക് ഡെബിറ്റ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഇവിടെ ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഗുഡ്സ് ആണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഗുഡ്സിലാണ് ഇങ്ങനെ തെഫ്റ്റോ ഫയറോ ഡാമേജ് ഒക്കെ നമുക്ക് വന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ചെയ്യാവുന്ന ഒരു മാർഗമുള്ളൂ ശരിക്കും. അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഗുഡ്സ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ആണ്. അപ്പൊ എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുന്നു, പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യാം. അപ്പൊ ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ തെഫ്റ്റ് ഫയർ ഡാമേജ് അക്കൗണ്ട് അറ്റാർ ടു പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കും. ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നത് കേട്ടോ. ലോസ് ബൈ തെഫ്റ്റ് ഫയർ ഡാമേജ്. ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് നമ്മൾക്ക് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. ബാങ്കിൽ ചെന്നാൽ നമ്മളുടെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും, പക്ഷെ നമ്മൾ അവിടെ പോയി വാങ്ങിച്ചിട്ടില്ല. 4000 രൂപ. അപ്പോ കിട്ടാനുള്ള നമുക്ക് എന്തെങ്കിലും അസറ്റ് കിട്ടാനുണ്ടെങ്കിൽ അതിനെ അക്രൂഡ് ഇൻകം എന്നാണ് പറയുന്നത്. ഇവിടെ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് അക്രൂഡ് ഇൻട്രസ്റ്റ് ആണ്. അത് അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇൻകം ആണ്. എല്ലാ മാസവും ഇൻട്രസ്റ്റ് കിട്ടും, അത് ഇൻകം ആണ്. ഇൻകം കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യാം. അപ്പൊ എൻട്രി എന്ന് പറയുന്നത് അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റാർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്നാണ്. ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അടുത്തത് സാലറി ഡ്യൂ ടു സ്റ്റാഫ്. സാലറി ഡ്യൂ ആണ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കാം, എത്ര 25,000. സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തു, സാലറിയുടെ മേൽ ക്യാഷ് കൊടുത്തു. അപ്പോ സാലറി എക്സ്പെൻസ് ആയതുകൊണ്ട് സാലറിയെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ക്യാഷ് കൊടുത്തുകൊണ്ട് ക്യാഷ് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യാം. നമുക്ക് സാലറി അക്കൗണ്ട് അറ്റാർ ടു ക്യാഷ് എന്ന് എഴുതാം. പക്ഷെ ഇവിടെ ക്യാഷ് കൊടുത്തിട്ടുണ്ടോ? ക്യാഷ് കൊടുത്തിട്ടില്ല. ഇവിടെ എന്താ പറയുന്നത്, ഡ്യൂ ആകുന്നെന്നാ പറയുന്നത്. ഡ്യൂ എന്ന് വെച്ചാൽ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. അപ്പൊ ഡ്യൂവിനെ നമ്മൾ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ്. അപ്പൊ സാലറി ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ സാലറി എക്സ്പെൻസ് ആയതുകൊണ്ട് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യണം, ഡെബിറ്റ് ചെയ്യുന്നു. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. ബിസിനസ്സിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ശരിക്ക് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യാം. അപ്പൊ എൻട്രി എന്ന് പറയുന്നത് സാലറീസ് അക്കൗണ്ട് അറ്റാർ ടു സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് എന്നും പറഞ്ഞ് നമുക്കിവിടെ കാണിക്കാം. അടുത്ത എന്താ നോക്കേ, ഔട്ട് ഓഫ് റെന്റ് പെയ്ഡ് ദിസ് ഇയർ 2000 റിലേറ്റഡ് ടു ദ നെക്സ്റ്റ് ഇയർ. അത് ഈ വർഷത്തെ കൊടുത്തിരിക്കുന്ന റെന്റ് അടുത്ത വർഷത്തെ റെന്റുമായി ബന്ധപ്പെട്ടാണ്. ഈ വർഷത്തെ അല്ല, നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് റെന്റ് ഈസ് ആൻ അസറ്റ്. അപ്പൊ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ഡെബിറ്റ് ചെയ്യുക.
അതേപോലെ നമ്മൾ ആ റെന്റ് നമ്മൾ അടുത്ത വർഷം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചു തരണം. അപ്പൊ നമുക്ക് അത് തിരിച്ചു കിട്ടാൻ നേരത്ത് നമുക്കൊരു ഗെയിൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്രെഡിറ്റ് ചെയ്യാം. ഗെയിൻ കുറയുകയാണ് ശരിക്കും അല്ലെ, നമ്മൾ അത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ക്രെഡിറ്റ് ചെയ്യാം. എൻട്രി എന്ന് പറയുന്നത് പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് ടു റെന്റ് എന്നാ പറയുന്നത് 2000. ഇനി പ്രൊവൈഡ് 10% ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ കോസ്റ്റിംഗ് ₹5,000. 5,000 രൂപ വിലയുള്ള ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഈസ് ആൻ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യണോണ്ട് നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഈ 500 എങ്ങനെ കിട്ടി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമുക്ക് 5,000 ആണ് ഫർണിച്ചറിന്റെ വില. അതിന്റെ 10% നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു 0 കട്ട് ചെയ്താൽ 500 കിട്ടും. അപ്പൊ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഡിപ്രീസിയേഷൻ ഈസ് ആൻ എക്സ്പെൻസ് ആണ്. പക്ഷെ ഈ ഫർണിച്ചറിന്റെ കോസ്റ്റ് ഓരോ വർഷം കൂടുന്തോറും നമ്മൾ കുറഞ്ഞു വരും. അപ്പൊ അസറ്റ് ഡിക്രീസ് ആണ്, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എൻട്രി എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു ഫർണിച്ചർ അക്കൗണ്ട് 500. അപ്പോൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ഓൺ ഫർണിച്ചർ. ഗുഡ്സ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ഫർണിച്ചർ. ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഗുഡ്സ് യൂസ് ചെയ്തു. സെയിൽ പ്രൈസ് 2000, കോസ്റ്റ് പ്രൈസ് 1500. ഫർണിച്ചർ അസറ്റ് ഇൻക്രീസ് ചെയ്തു. ഫർണിച്ചർ ഉണ്ടാക്കിയപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് 1500 എടുത്താൽ മതി. പിന്നെ അത് നമ്മൾ ഈ ടിമ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മരക്കടയിൽ നിന്നായിരിക്കും നമ്മൾ, ആ കടയിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ എടുത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, ഫർണിച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത്രയും നമ്മുടെ ഫർണിച്ചർ എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്ത സാധനം എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഡിക്രീസ് ചെയ്താൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. എൻട്രി എന്ന് പറയുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ട് എന്നാണ്. ഗുഡ്സ് കോസ്റ്റിംഗ് 1500 ഫോർ മേക്കിംഗ് ഫർണിച്ചർ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എപ്പോഴും ജേർണൽ എൻട്രീസ്, ടഫായിട്ടുള്ള ജേർണൽ എൻട്രീസ് എക്സാമിന് ചോദിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് വിടുക. ഓക്കെ, താങ്ക് യു.